അപ്പോൾ നമ്മുടെ കണ്ണൂർ കോക്ടെയിൽ എങ്ങനെ അടിക്കുന്നതെന്ന് നോക്കാം അല്ലേ. അങ്ങനെ ഞാൻ എന്താ 2 ക്യാരറ്റൊക്കെ വാങ്ങിച്ചത് ചിരണ്ടിയതിന് ശേഷം നന്നായിട്ട് കഴുകി ചെറിയ പീസായിട്ട് എല്ലാം അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുക, നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഈ ചെറിയ പീസായിട്ട് എടുക്കുന്നത്. അങ്ങനെ ചെറിയ പീസായിട്ട് എടുത്ത് ഇത് നമുക്ക് വേവിക്കാൻ വെക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ റെഡ്ലേഡിയുടെ പപ്പായ ഉണ്ടായിരുന്നല്ലോ, നേരത്തെ ഞാൻ പപ്പായയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം അത് ലാസ്റ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് നന്നായിട്ട് പഴുത്ത് വന്നു. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ചൂടായതിനകത്തോട്ട് നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ട് അത് വേവാൻ വെച്ചു. അങ്ങനെ നമ്മുടെ പപ്പായ എടുത്തു. നല്ല രസമുണ്ട് കാണാനില്ലേ. അതിനെ നെടുകെ കീറി ഒരു പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു പീസ് എടുത്ത് അതിനകത്തെ നമ്മുടെ അതെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ഇത് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ ഓരോ കഷ്ണങ്ങളാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ പീസായിട്ട് അപ്പോൾ അടിക്കാനും നല്ലതായിട്ടത് അരഞ്ഞു വരുമല്ലോ, നല്ല പേസ്റ്റ് ആവും. അങ്ങനെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. പാലെന്ന് പറഞ്ഞാൽ ഒരു പാൽ ഞാൻ എടുത്ത് മിക്സിയുടെ ജാറിൽ അടിച്ചു കൊടുക്കും. അത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടിയായതിന് ശേഷം അത് നമ്മുടെ ഇടികല്ലൊക്കെ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇടിച്ച് പൊടിച്ചതിന് ശേഷം നമ്മുടെ മിക്സി പപ്പായ അരിഞ്ഞു വെച്ചില്ലേ അതിനകത്തോട്ട് നമ്മുടെ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ പഞ്ചസാരയ്ക്ക് പകരം ഇവിടെ മിൽക്ക് മെയ്ഡാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് അങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി. അങ്ങനെ മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്തു. അതിനകത്തോട്ട് വേവിച്ച് വെച്ച ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തു. ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കേട്ടോ. നല്ലതായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ 2 ഗ്ലാസ്സിൽ ഇത് പകരണ്ടേ, അങ്ങനെ കുറച്ച് കാഷ്യൂനട്ടൊക്കെ ക്രഷ് ചെയ്ത് വെച്ചു. അതിനകത്താണെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ടു, കുറച്ച് കോൺഫ്ലെക്സ് കൂടെ ഉണ്ടായിരുന്നു, അതുമൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ജ്യൂസൊക്കെ ഒഴിച്ച് ഇങ്ങനെ റെഡി. ജ്യൂസൊക്കെ ഒഴിച്ച് ഇങ്ങനെ വെച്ചപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ 2 വാനിലയുടെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാനിലയുടെ ബോൾ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ലാസ്റ്റ് വന്നപ്പോഴാണ് ജ്യൂസ് പകുതിയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഓർക്കുന്നത്, അയ്യോ ഈ ഐസ്ക്രീം എടുത്തില്ലല്ലോ എന്ന്. ലാസ്റ്റ് എന്ത് ചെയ്തു, പിന്നെ ആ ഐസ്ക്രീമും കൂടെ നമ്മുടെ ജ്യൂസിനകത്തോട്ട് ഇട്ട് ഞങ്ങളത് കുടിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞൂസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കിച്ചൂസാണ് അവിടെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം കേട്ടോ. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.